നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പുള്ള് എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള താമര കൃഷി ചെയ്യുന്ന സ്ഥലത്താണുള്ളത്. ഇപ്പോ ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം, നാളെ നമ്മുടെ സംസ്ഥാനത്ത് ലോക്സഭാ ഇലക്ഷൻ നടക്കുകയാണ്. 20 പാർലമെന്റ് മണ്ഡലത്തിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ് ഇന്ന് തൃശൂർ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപി വന്നിരിക്കുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ തൃശൂർ എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലം എറണാകുളമോ അല്ലെങ്കിൽ മറ്റ് ചില മണ്ഡലങ്ങളെ പോലെ സ്വാഭാവികമായിട്ട് ഇടത് വലത് രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രം അണിചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഒരു പ്രസക്തിയൊന്നുമില്ലാത്ത ഒരു മണ്ഡലമായിട്ട് മാറിയാണ്. പക്ഷേ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള ഒരു പോരാട്ടം, രാഷ്ട്രീയ പോരാട്ടം നടക്കാനുണ്ടായ സാഹചര്യം. അപ്പൊ എങ്ങനെയാണെങ്കിലും എന്തുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ഇതുപോലെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. 2014 രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്താണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും ഒരു പുതു ഉണർവുണ്ടായത്. 25,000-വും 50,000-വും മാത്രം വോട്ടുകൾ ഉണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി 1,00,000-ന് മുകളിലേക്കുള്ള വോട്ടുകൾ നേടിയെടുക്കാനുണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് 2014 ആ ഒരു മോദി തരംഗം തന്നെയായിരുന്നു. പക്ഷെ വിജയം എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം തന്നെയായിരുന്നു. പക്ഷെ അതിനിടയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് 2014 തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ അവസ്ഥ എന്തായിരുന്നു. ഏകദേശം 21% ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടർമാരുള്ള, 15% മുസ്ലിം വോട്ടർമാരുള്ള, ബാക്കി ഹിന്ദു മതത്തിലെ ആളുകൾക്ക് അല്ലെങ്കിൽ വിവിധ ജാതിയിൽ ഉൾപ്പെടുന്ന ഹിന്ദു സമൂഹത്തിന് വോട്ടുള്ള ഒരു മണ്ഡലം. ഇവിടെ 1,02,000 വോട്ടുകൾ മാത്രമാണ് അന്ന് ശ്രീശൻ എന്ന് പറയുന്ന BJPയുടെ അന്നത്തെ സ്ഥാനാർത്ഥി നേടിയെടുത്തത്. പക്ഷെ അതിനുശേഷം 2019 മറ്റൊരു മോഡി തരംഗം കൂടി നമ്മുടെ രാജ്യത്തുണ്ടായി. 283 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് 2014 BJP എത്തിയെങ്കിലും 2019 ആയ സമയത്ത് അത് 303 എന്ന് പറയുന്ന ഒരു സംഖ്യയായി. ഈ 303 എന്ന് പറയുന്ന സംഖ്യ ആയപ്പോഴാണ് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും വിവിധ തരത്തിലുള്ള പ്രത്യേകതകൾ ഉണ്ടായത്. ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ K. സുരേന്ദ്രൻ മികച്ച ഒരു നേട്ടമുണ്ടാക്കി 2,98,000 വോട്ടുകൾ നേടി. തിരുവനന്തപുരത്ത് 2,95,000 വോട്ടുകൾ ഉണ്ടായിരുന്നത് അത് 3,16,000 ഉയർത്താനായിട്ട് പരാജയപ്പെട്ടെങ്കിൽ പോലും കുമ്മനം രാജശേഖരന് അത് സാധിച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ തൃശ്ശൂർ എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലം. 1,02,000 വോട്ടുകൾ ഉണ്ടായിരുന്ന ഈ ഒരു മണ്ഡലത്തിൽ സുരേഷ് ഗോപി 2019 ഏകദേശം തിരഞ്ഞെടുപ്പിന് 10 ദിവസങ്ങൾക്ക് മുന്ന് മാത്രം ഇവിടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി പ്രചരണം പോലും തുടങ്ങിയ ഒരു സ്ഥലത്ത് 1,93,000 വോട്ടുകൾ കൂടുതൽ നേടിക്കൊണ്ട് 1,91,000 വോട്ടുകൾ കൂടുതൽ നേടിക്കൊണ്ട് 2,93,000 വോട്ട് എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യയിലേക്ക് എത്താൻ സാധിച്ചു. അതിനുശേഷം അദ്ദേഹം ആ ഒരു പരാജയമാണെങ്കിൽ പോലും BJPയെ സംബന്ധിച്ച്, സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു. ഒരു വലിയൊരു കുതിച്ചുചാട്ടം, ഒരു പുതുകാൽവെപ്പ് അത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJP നേടിയെടുത്തു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെച്ച പ്രകടനം. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇടത് വലത് മുന്നണികളെ പൂർണ്ണമായിട്ടും തച്ച് തകർത്തുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള സംഘടനാ സംവിധാനത്തിലൂടെ BJP അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലുള്ള പ്രചരണ പരിപാടികൾ വമ്പൻ വിജയമായി. എല്ലാ ഘട്ടത്തിലും സുരേഷ് ഗോപി തന്നെ മുന്നിൽ നിൽക്കും. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള ഒരു നിലക്ക് നോക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി ഒരു സമൂഹത്തിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയായിരുന്നു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും ആ സാന്നിധ്യം ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. നിരവധി സേവന പ്രവർത്തനങ്ങളിലൂടെ നിരവധി ആളുകളെ സഹായിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഉത്തമ പൗരൻ, മാതൃകാ പൗരൻ എന്നുള്ള നിലയിലേക്ക് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലെ ഒരു നന്മമരം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ അതില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. പക്ഷെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും തന്നെ തന്റെ സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നോ അല്ലെങ്കിൽ അധികാരത്തിലെത്തിയതിനു ശേഷം ജനങ്ങളുടെ പണം തന്നെ എടുത്ത് ജനങ്ങളെ സഹായിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഈ അവസ്ഥയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ സാമൂഹിക സേവന രംഗത്ത്, സിനിമയിലാണെങ്കിലും മറ്റ് കലാ സാംസ്കാരിക രംഗത്താണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണെങ്കിലും
ഇത് പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ നടത്തിയത്. ഇവിടെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് പല ഒപ്പീനിയനുകളും ജനങ്ങൾ എടുക്കുന്ന സമയത്ത് എല്ലാവരും വലിയ തരത്തിൽ BJP-യെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ആളുകളും കോൺഗ്രസിന്റെ ആളുകളും സുരേഷ് ഗോപിക്കെതിരെ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറഞ്ഞാൽ ഒറ്റ വിഷയം മാത്രമാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. സുരേഷ് ഗോപി ഒരു കൊല്ലം സ്വദേശിയാണ്. ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഈ തൃശ്ശൂരിൽ വന്ന് മത്സരിക്കുന്നതെന്നും ആലപ്പുഴയിലുള്ള VS അച്യുതാനന്ദന് പാലക്കാട് ജില്ലയിലുള്ള മലമ്പുഴയിൽ വന്ന് മത്സരിക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നമില്ല. ഉത്തർപ്രദേശിലെ അമേഠിയിൽ സ്ഥാനാർത്ഥിയായി നിന്നിരുന്ന കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അദ്ദേഹം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്? അപ്പൊ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഓരോ നേതാക്കന്മാരുടെയും താല്പര്യവും വിജയ സാധ്യതകൾ തന്നെയാണ് ഏതൊരു വ്യക്തിയും ഏത് സ്ഥലത്താണെങ്കിലും പോയി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഈ നമ്മുടെ തൃശ്ശൂരിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വിജയിക്കും എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു, ഒരുപാട് ആളുകൾ അനാവശ്യമായിട്ട് പറയുന്നു, കാരണങ്ങളൊന്നുമില്ല, എന്ത് പറഞ്ഞു കുറ്റം പറയും. അപ്പൊ ഈ കുറ്റം പറച്ചിലുകളെല്ലാം തന്നെ തച്ച് തകർത്തുകൊണ്ട് സുരേഷ് ഗോപി മുന്നേറിയിരിക്കുകയാണ്. നാളെ തിരഞ്ഞെടുപ്പാണ്. നാളത്തെ ഈ വോട്ടെടുപ്പിൽ തൃശ്ശൂരിലെ ബുദ്ധിമാന്മാരായിട്ടുള്ള വിവേകബോധമുള്ള രാഷ്ട്രത്തിന്റെ അഭിവാജ്യ ഘടകമായിട്ടുള്ള നമ്മുടെ ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സാധാരണക്കാരായിട്ടുള്ള എല്ലാ ജനങ്ങളും സുരേഷ് ഗോപിയെ പിന്തുണക്കാനുള്ള സാധ്യത തന്നെയാണ് എല്ലാവിധ സർവേ സംവിധാനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അത് ഇപ്പോ പല രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്ന പല മാധ്യമങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഈ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ചരിത്രം കുറിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ വരുന്നത്. LDF-നും ചില ആളുകൾ UDF-നും വേണ്ടിയിട്ട് കൃത്യമായിട്ട് സർവേ പറയുന്നു. വടകരയിൽ മത്സരിച്ചിരുന്ന K മുരളീധരൻ എന്തുകൊണ്ട് തൃശ്ശൂരിൽ വന്ന് മത്സരിച്ചു? 2021 BJP-യുടെ ഏക സീറ്റായിരുന്ന നേമം സീറ്റ് അത് കളയാൻ വേണ്ടിയിട്ട് മാത്രം നേമത്ത് പോയിട്ട് സ്ഥാനാർത്ഥിയായ ഒരു വ്യക്തി കൂടിയാണ് മുരളീധരൻ. അതേ നിലപാട് തൃശ്ശൂരിൽ BJP വിജയിക്കുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇവിടെ എടുത്തിരിക്കുകയാണ്. അതിന്റെ പേരിൽ തന്നെയാണ് K മുരളീധരൻ ഇവിടെ വന്നത്. അപ്പോൾ K മുരളീധരനാണെങ്കിലും ഏത് നേതാക്കന്മാര് അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥി വന്നോട്ടെ ഞാൻ അതിനെ പൂർണ്ണമായിട്ടും വലിയ രീതിയിൽ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. തൃശ്ശൂര് ഞാൻ ഏറ്റെടുക്കുന്നത് അത് എൻ്റെ ഹൃദയത്തിലായിരിക്കും എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറയുന്നത്. എന്നുവെച്ച് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടതും മനസ്സിലാക്കേണ്ടതും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വികസന സംവിധാനങ്ങളാണ്. എന്താണ് വികസനം? വികസനം എന്നുള്ളത് തൊട്ട് തീണ്ടിയിട്ടുണ്ടോ തൃശ്ശൂര്? ഇപ്പൊ തൃശ്ശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള VS സുനിൽകുമാർ അദ്ദേഹത്തിന്റെ പഞ്ചായത്ത് നമ്മളൊന്ന് എടുത്തു നോക്കൂ. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പിന്നോക്കാവസ്ഥ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ പറയുന്ന അന്തിക്കാട് പഞ്ചായത്ത് വന്ന് സന്ദർശിക്കാം. അവിടുത്തെ റോഡുകളാണെങ്കിലും ആരോഗ്യ സ്ഥാപനങ്ങളാണെങ്കിലും എന്തെല്ലാം സംവിധാനങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ളത്. നിരവധി സ്ഥലങ്ങൾ ഇപ്പോഴും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. VM സുധീരൻ, ഈ നിലവിലെ മന്ത്രി രാജൻ, അങ്ങനെ നിരവധി ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും MLA-മാരും MP-മാരും സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ ജനിച്ച് വളർന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു മണ്ഡലം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ നമ്മുടെ അന്തിക്കാട് എന്ന് പറയുന്ന ഈ പഞ്ചായത്ത്. അപ്പൊ ആ പഞ്ചായത്തിന്റെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ വ്യക്തിയാണ് ഇനി തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം നന്നാക്കാൻ നടക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രവർത്തനം ജനങ്ങൾ ഏറ്റെടുക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തെ TN പ്രതാപൻ എന്ന് പറയുന്ന MP-യുടെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മുന്നിലേക്ക് ഈ വിഷയങ്ങളെ പറ്റി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. TN പ്രതാപൻ MP-യെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ കാണാത്ത വ്യക്തിയെ അല്ലെങ്കിൽ കാണാത്ത വ്യക്തിയുടെ പാർട്ടിയെ എങ്ങനെയാണ് തൃശ്ശൂരിൽ വിജയിപ്പിക്കുക? അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നാളത്തെ തിരഞ്ഞെടുപ്പിൽ എല്ലാ തൃശ്ശൂരിലെ നല്ലവരായിട്ടുള്ള ജനങ്ങളും ബുദ്ധി കൊണ്ട് കൈവിരൽ പതിപ്പിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇരുൾ മറയും, സൂര്യനുദിക്കും, താമര വിരിയും. വന്ദേ മാതരം. തൃശ്ശൂരിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.